ഇന്നത്തെ ചോദ്യം 3 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ത്രികോണത്തിൻ്റെ മൂന്നാമത്തെ വശത്തിൻ്റെ അളവ് താഴെ പറയുന്നവയിൽ ഏതാണ്? 10 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. മത്സര പരീക്ഷകൾക്കൊക്കെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ കൃത്യമായി അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റൂ. ആദ്യം തന്നെ 2 വശങ്ങൾ രേഖപ്പെടുത്തിയ ഒരു 2 വരകൾ ചേർന്നുള്ള ഒരു രൂപം നോക്കാം. ഇവിടെ 3 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്ക് 10 സെൻറ്റിമീറ്റർ വര വന്നു ചേരുന്ന സമയത്ത് അത് വലിയ വരയായും 3ഉം 6ഉം ചെറുതായും അതിനെ തൊടാതെയും നിൽക്കുന്നതായിട്ട് കാണാം. അതിന് അർത്ഥമായി മനസ്സിലാക്കേണ്ടത് 2 വശങ്ങൾ തന്നാൽ അത് കൂട്ടിയതിനേക്കാൾ കൂടുതലാണ് അടുത്ത വരയെങ്കിൽ അത് നമുക്ക് യോജിപ്പിച്ച് ഒരു ത്രികോണം വരയ്ക്കാൻ പറ്റുന്നതല്ല. അടുത്ത ഓപ്ഷനിൽ പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. അടുത്തതായി മറ്റൊരു രൂപം നോക്കാം. 3 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും രേഖപ്പെടുത്തിയ രൂപമാണ്. അതിനോട് 2 സെൻറ്റിമീറ്റർ ചേർക്കുന്ന സമയത്ത് അതും നമുക്ക് ചേർത്തൊരു ത്രികോണം വരയ്ക്കാൻ പറ്റാത്ത രൂപത്തിലാണുള്ളത്. കാരണം 3ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസമാണ് 3. അതിനേക്കാൾ കുറവാണ് 2. അതുകൊണ്ട് തന്നെ 3ഉം 2ഉം ചേർത്താൽ നമുക്ക് 5 എന്ന രീതിയിൽ ഒരു വര വരയ്ക്കാനേ സാധിക്കൂ. 6 എന്ന ഒരു വര നീളത്തിൽ വ്യത്യാസമായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 വശങ്ങൾ തന്നാൽ അതിൻ്റെ വ്യത്യാസമായിട്ടുള്ള 6ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. അതിനേക്കാളും കുറവായിട്ടുള്ള 2 കൊണ്ട് ഒരു ത്രികോണം വരയ്ക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ പേർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുമ്പോഴാണ് കൂടുതലായിട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ വേണ്ടി എനിക്കും താല്പര്യം തോന്നുന്നത്. അടുത്ത ഓപ്ഷനായി പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. 2 വശങ്ങൾ രേഖപ്പെടുത്തിയ ചിത്രം നോക്കാം. അതിനോടൊപ്പം 3 സെൻറ്റിമീറ്റർ ചേർക്കുന്ന സമയത്ത് മുകളിലുള്ള 3 സെൻറ്റിമീറ്ററിൻ്റെ കൂടെ പുതിയ 3 സെൻറ്റിമീറ്റർ കൂടെ ചേർക്കുന്ന സമയത്ത് ത്രികോണം ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ ജോയിൻ്റ് ആവാത്ത സ്ഥിതിയിലാണുള്ളത്. കാരണം താഴെയുള്ള 6 സെൻറ്റിമീറ്ററാണ് വലിയ വശമായിട്ട് കാണുന്നത്. മുകളിലുള്ള 2 3കൾ കൂട്ടിയാലും നമുക്ക് 6 സെൻറ്റിമീറ്റർ മാത്രമേ ആവുന്നുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് 2 വരകൾ, നേരെയുള്ള 2 വരകൾ മാത്രമേ വരയ്ക്കാൻ സാധിക്കൂ. ഒരിക്കലും തന്നെ ഒരു ത്രികോണം ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. അവസാനത്തെ ഓപ്ഷൻ 4 ആണ്. 4 എന്നാൽ ഇവിടെ 2 വശങ്ങൾ തന്നിട്ടുണ്ട്. 3ഉം 6ഉം ആണ് തന്നിട്ടുള്ളത്. 3ഉം 6ഉം കൂട്ടിയാൽ 9 ആണ്. ആ തുകയേക്കാൾ കുറവാണ് 4. അതുപോലെ തന്നെ 3ൻ്റെയും 6ൻ്റെയും വ്യത്യാസത്തേക്കാൾ കൂടുതലുമാണ്. ആ തന്നിട്ടുള്ള 2 വശത്തിൻ്റെ വ്യത്യാസമാണെങ്കിൽ നമുക്ക് ഒരിക്കലും തന്നെ ത്രികോണം വരയ്ക്കാൻ പറ്റുന്നതല്ല. 2 വരകളെ വരയ്ക്കാൻ പറ്റൂ. അതുപോലെ തന്നെ 3ഉം 6ഉം കൂട്ടിയാൽ തുകയായിട്ടുള്ള 9 ആണ് കിട്ടുന്നത്. 9 ആണ് നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ളതെങ്കിലും 2 വരകളെ വരയ്ക്കാനാവും. ഒരിക്കലും തന്നെ ത്രികോണം വരയ്ക്കാൻ പറ്റുന്നതല്ല. 4ൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ. അത് വ്യത്യാസത്തേക്കാൾ കൂടുതലും തുകയേക്കാൾ കുറവുമാണ്. അതുകൊണ്ട് 4 ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ത്രികോണം വരയ്ക്കാൻ പറ്റും.